കാരണം അവളെ നമ്പർ എനിക്ക് നമ്പർ എന്റെ നമ്പർ അവൾക്കും കൊടുത്തു ഞാൻ. ആ ആരെ ഇങ്ങനത്തെ കഥ പറയുന്നത് എനിക്ക് അറിയാം. നീ അവിടുത്തെ നിന്റെ പിയാറോടെ നമ്പർ ടിഷ്യൂ പേപ്പർ അപ്പുറം വിളിക്കൂ പ്ലീസ്. ഒന്ന് പറഞ്ഞു മനസ്സിലാവുന്നില്ല. അപ്പുറം ഒന്ന് വന്നേ. അയാൾ തെറ്റിദ്ധരിച്ചിരിക്കണത്. അതും കളയണമെന്ന് പറഞ്ഞ് ഞാൻ കളഞ്ഞില്ലേ? ടിഷ്യൂ പേപ്പർ ഇല്ലല്ലോ, പിന്നെ ഞാൻ ചെയ്തില്ല. ഇതാണ് ആദ്യം. മനസ്സിലായോ? ഇനി ഞാൻ അവിടെ കൊണ്ട് സംസാരിക്കാൻ താല്പര്യം. ആനന്ദ് വിട്ടോ പോയി, എനിക്ക് താല്പര്യം. അതിലിപ്പോ കള്ളോന്ന് നമുക്കറിയില്ല, പക്ഷെ അതിൽ ബോംബ് പൊട്ടിച്ചു. ഒരു കാര്യം പറയട്ടെ, ഇന്നലെ നൂറ് ഞാൻ സംസാരിച്ചു. നൂറേയും പറഞ്ഞു നൂറ് ചോദിക്കും, നൂറ് ചോദിക്കും. അക്ബർ അൺമോളിഷുവാണ്. എന്തിനാ ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ? അപ്പൊ അതിനോട് പറയുക സ്റ്റോപ്പ് ചെയ്യുന്നത്. വൈകിട്ട് 6:50. നേരത്തെ അത് നന്നായി. നേരത്തെ നമ്മൾ വേറെ കാര്യം സംസാരിച്ച് വന്നപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത്. ഇത് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞോന്ന് ഞാൻ അറിയുന്നില്ലല്ലോ. ഇത് ഇന്നലെ ഉച്ച തൊട്ട്, അതായത് ആദ്യം എനിക്കായി പോകുന്നതിന്റെ 2 മണിക്കൂർ മുമ്പ് അതുകൊണ്ടാണ് ഞാൻ ഈ അവസാനം ഞാൻ നിങ്ങളെ വിളിച്ചില്ലേ ഒരു കാര്യം സംസാരിക്കണം. നീ ലക്ഷ്മിനോട് സംസാരിച്ചോണ്ടിരുന്നപ്പം ഒരു കാര്യം സംസാരിക്കണം വരാൻ പറ്റില്ല. നീ അല്ലേ പറഞ്ഞു വേണ്ട പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ കഴിവട്ടെ. ഞാനൊരു മനുഷ്യനാണ്. ഇങ്ങനെയുള്ള കൂടുതൽ ഞാൻ ചെയ്യത്തില്ല. ഞാൻ എപ്പോഴും ഇവിടെ പറയാറുണ്ട് അക്ബറിന്റെ വെള്ള പുഷ്പം അക്ബറിനെ എന്റെ കാര്യം അത് എല്ലാവരും ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ്. എന്റെ അടുത്ത് അവളാണ് ചോദിച്ചത്. ടിഷ്യൂ പേപ്പറിൽ എഴുതിയിട്ട് അക്ബർ ഡോമിനേറ്റ് അതുകൊണ്ട് ചെന്നിട്ട് കരിവാരത്തേക്കണം. അങ്ങനെ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല. ഇല്ല ഞാൻ സത്യമായിട്ട് പറയാണ്, പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമൊക്കെ ഞാൻ നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആര് നമ്പറിന് പറഞ്ഞ് എഴുതി കൊടുത്തത്? ആ നമ്പർ ഇപ്പോഴും നിങ്ങളുടെ കബോർഡിലുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്റെ പൊന്നു മോളെ, എനിക്ക് ഇതിനെ പറ്റി സംസാരിക്കാൻ ആ നമ്പർ ഒന്ന് എടുത്ത് കൊടുക്ക്. നിന്റെ ചേച്ചി നമ്പർ അത് വേസ്റ്റിനെ കളഞ്ഞല്ലേ? നിങ്ങൾ കളയത്തില്ല. നിങ്ങൾ കളയില്ലെന്ന് എനിക്കറിയാം. എനിക്ക് അയ്യോ പൊന്നു മോളെ, ഒന്നുമില്ല. ഞാനിതിലൊരു എന്താണ് ഒരാളെ അല്ലെങ്കിൽ രണ്ടാളും തമ്മിലുള്ള ഡിസ്കഷൻ ഞാൻ ഇല്ലായിരുന്നു. നിങ്ങൾ കള്ളം പറയുന്നേ. ഡ്രസ് റൂമിലല്ലേ നമ്മൾ എഴുതി കൊടുത്തത്? എന്റെ പെട്ടി എന്നിട്ടാണ് ഞാൻ എഴുതിയത്. റൂമില് നിങ്ങൾ അത് കൈമാറുന്നത് അങ്ങനെയല്ല കണ്ടിട്ടുണ്ട്. എന്തിനാ നൂറ്? അയ്യോ അത് വായിച്ചാളാം. ആ നമ്പർ നിന്റെ കബോർഡിലുണ്ട്. പൊന്നു മോളെ എടുത്തില്ല പറയുന്നത്. വേസ്റ്റിൽ എടുത്തില്ല. അവളുള്ള നീ ആണെങ്കിൽ സത്യം, അള്ളയാണെങ്കിൽ സത്യം, ഞാൻ എടുത്തിട്ടില്ല. അത് കബോർഡിലുണ്ടോ? പോയി ചെക്ക് ചെയ്തു. അവിടെ അഭിഷേകമുണ്ട്, ഞാനും ഉണ്ടായിരുന്നു. നമുക്ക് നിന്റെ പിയാറാണ് അനുവിന്റെ പിയാറാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണെന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണത്തിലാണ് അക്ബർ കളഞ്ഞത്.
നിങ്ങൾ നമ്മളാണെങ്കിൽ ആൾക്കാർ പറഞ്ഞ കാര്യമില്ലല്ലോ. അപ്പോൾ അവസാനം നീ ഇങ്ങനെ സംസാരിക്കുന്നവരുണ്ടാ സണ്ണി വലിച്ചിരുന്നത് സംസാരിച്ചു പ്ലീസ് പ്ലീസ്